ആദർശാന്റെ ഛർദിയൊന്നും കുറവില്ലാത്തതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് മാറിട്ടോ. അമ്മയും വലിയമ്മയും വിറകിന് പോയപ്പോഴേ ജോയേന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ രാത്രിയാകുമ്പോൾ അതിങ്ങനെ വെട്ടിത്തരാണേ. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ആദർശാനും അമ്മ ചക്ക വെട്ടുമ്പോൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ആദർശാന്റെ അച്ഛൻ ഇപ്പൊ എന്ത് കഴിക്കാനും നല്ല പേടിയാട്ടോ. കാരണം എന്റെ ഡേറ്റ് എടുത്ത കാരണം എന്തെങ്കിലും ഒരു വയ്യായ ചേട്ടന് വന്നു വെച്ചാൽ ചേട്ടന് ഓടി നടന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അപ്പൊ അമ്മ ഇതേ ചക്ക മുറിച്ചിട്ട് തരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും അപ്പുറത്തിരുന്നിട്ട് കഴിക്കാണ് കേട്ടോ. അപ്പൊ ചിലയിടത്തൊക്കെ ചക്ക കിട്ടി തുടങ്ങി തോന്നുന്നു. പക്ഷെ നമ്മുടെ പ്ലാവുമൊന്നും ചക്ക ആയിട്ടില്ല കേട്ടോ. ഈ ചക്കയ്ക്ക് അധികം മധുരമൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മർത്തിരുന്ന് കഴിക്കാട്ടോ. പിന്നെ ചേട്ടൻ പോയിട്ട് എനിക്ക് കരിക്ക് വെട്ടി തന്നു കേട്ടോ. പിന്നെ ചക്കയും കരിക്കും കൂടി ഒരുമിച്ച് കഴിച്ച് എനിക്ക് ലൂസ് മോഷൻ വരുമെന്ന് നടന്നിട്ട് എന്റെ പേടി. അപ്പൊ ഈ കരിക്ക് കുടിച്ചു നോക്കിയപ്പോ എനിക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചില സമയത്ത് നല്ല തരിപ്പുള്ള കരിക്ക് കിട്ടാറുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇതെടുത്ത് കുടിച്ചു നോക്കിയത്. പക്ഷെ ഇതിന് എന്തോ ഒരു വാട്ടച്ചോയ പോലേക്ക് തോന്നിയിട്ടാ. അപ്പോഴേക്കും ആദർശേട്ടന് കുടിക്കാൻ വേണ്ടിയിട്ട് കരിക്ക് വെട്ടി വന്നു കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് കുടിച്ചു നോക്കാം. അതിന്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ച് കുറച്ചു നേരം നമ്മുടെ റൂമിൽ വന്ന് കിടന്നുട്ടോ. അപ്പൊ ആദർശേട്ടൻ ആരെയോ ഫോണൊക്കെ ചെയ്യുന്നിട്ട് ഞാനിത് എന്റെ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ നല്ല കൊക്കുവട കൊടുന്നു. അപ്പൊ അതും കഴിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.